കോസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ടാലി. ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. നമ്മൾ ബിൽവൈസ് ഡീറ്റെയിൽസിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 പഠിച്ചു. വളരെ നന്നായിട്ട് നിങ്ങളെല്ലാം ചെയ്തു എന്ന് കരുതുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. നിങ്ങളുടെ പ്രോത്സാഹനം വളരെ കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ആരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസാണ്, അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസാണ്. അപ്പോൾ കമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് നമുക്ക് പഠിക്കാം. ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലി. ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ F11 എന്ന് പറയുന്ന ബട്ടൺ എന്തിനുള്ളതാണെന്നറിയാം? ഫീച്ചേഴ്സ്. അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം കമ്പനിയിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഫീച്ചേഴ്സിൽ പോയിട്ട് ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ കോസ്റ്റ് സെൻറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഒരു ഹെഡ് ഉണ്ടാവും, കോസ്റ്റ് ഓർ പ്രോഫിറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റ്. അതിൽ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്നുള്ളത് ഏസ് ചെയ്യുക. ഏസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ വരും. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ നിന്ന് നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്തിനാണ് ഈ കോസ്റ്റ് സെൻറ്റേഴ്സ് ടാലിയിൽ ചെയ്യുന്നത്? നമുക്കൊരു ഫേമിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എക്സ്പെൻസസ്, ഇൻകം അങ്ങനെ നമുക്കറിയണം. സാധാരണ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റോ ഒക്കെ കാണാൻ പറ്റും. ആ നെറ്റ് പ്രോഫിറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് മോർ പ്രോഫിറ്റബിൾ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഫീച്ചർ നമ്മൾ ആക്റ്റീവ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ടാലിയിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഈ കമ്പനിയുടെ പേര് തന്നെ കോസ്റ്റ് സെൻറ്റർ എന്ന് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് സെൻറ്റർ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ള ഏസ് ആണ്, ബിൽ വൈസ് ഡീറ്റെയിൽസ് ഏസ് ആണ്, മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഏസ് ആക്കുന്നു. ദെൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഇൻഫോ, ഗേറ്റ് വേ ഓഫ് ടാലി അക്കൗണ്ട്സ് ഇൻഫോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ഫേമിന് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ, ദെൻ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഫേമിന് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകി. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, ഒന്ന് മാർക്കറ്റിംഗ്, ഒന്ന് പ്രൊഡക്ഷൻ. ഇനി നമ്മൾ നമ്മുടെ കമ്പനിയിലെ എല്ലാ എക്സ്പെൻസുകളും ഇൻകവും വരുമ്പം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സ്പെൻസസ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇൻകം എത്രയാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് വൗച്ചർ. അക്കൗണ്ടിങ് വൗച്ചറിൽ ഒരു സെയിൽ നടത്തുകയാണ്. ഫോർ എക്സാമ്പിൾ F8 സെയിൽസിൽ പോയിട്ടൊരു ക്യാഷ് സെയിൽസ് ഞാൻ ചെയ്യാൻ പോവാണ്. ക്യാഷ് സെലക്ട് ചെയ്തു. ക്യാഷ് ഒരു 60,000 കൊടുത്തു. സെയിൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അറിയാമല്ലോ, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ്? ഓൾട്ട് സി, സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ ഇൻവോയ്സിങ് ഒന്നുമല്ല, അതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ. നിങ്ങൾക്കിവിടെ ഒരു കാര്യം കാണാം, കോസ്റ്റ് സെൻറ്റർ ആർ ആപ്ലിക്കബിൾ. ഇതൊരു ഇൻകം ആണെന്ന് സിസ്റ്റത്തിനറിയാം, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഇത് എസ് ആയിരിക്കുന്നത്. ഇതിന് നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് നോ ചെയ്താൽ മതി. ഓക്കെ, ബൈ ഡിഫോൾട്ട് അത് എസ് ആയിരിക്കും. അവിടെയും 60,000 ക്രെഡിറ്റിൽ വന്നു. ഇനി എൻട്രി ചെയ്യുമ്പം ഇത് ഈ 60,000 രൂപ ഏത് കോസ്റ്റ് സെൻറ്ററിൽ നിന്നാണ് അലോക്കേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അല്ലേ?
മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 60,000-ൽ ഒരു 40,000, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് സെല്ല് ചെയ്തു. അതിൽ ബാക്കിയുള്ളത് മാർക്കറ്റിംഗ് ടീംസാണ് സെല്ല് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 60,000-ൻ്റെ സെയിൽസ് നടന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 40,000-ൻ്റെ സെല്ല് ചെയ്തു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 20,000-ൻ്റെ സെല്ല് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സെയിൽസ് കൂടെ ചെയ്യാം. ക്യാഷ് തന്നെ ഒരു 15,000-ൻ്റെ സെയിൽസ് വേറെ നടക്കുന്നു. സെയിൽസ് അത് അഡ്മിനിസ്ട്രേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര നടന്നു എന്നറിയാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്ര സെയിൽസ് നടന്നു. 75,000. ആ 75,000-ൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്ര നടന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ കോസ്റ്റ് സെൻറ്റർ, അതിൽ കാറ്റഗറി സമ്മറി എന്നുള്ളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ 15,000, മാർക്കറ്റിംഗ് 20,000, പ്രൊഡക്ഷൻ 40,000, ടോട്ടൽ 75,000-ൻ്റെ സെയിൽസ് നടന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞു. ഇനി നമുക്കൊരു എക്സ്പെൻസ് കൊടുക്കാൻ പോവാണ്. എക്സ്പെൻസസ് എവിടെയാണ്? പേയ്മെൻറ്റിലാണ്. ഓൾ ടു സി, നമ്മളൊരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നു. ട്രാവലിംഗ് അലവൻസ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഡയറക്റ്റ് എക്സ്പെൻസസോ നമ്മുടെ ഫേമിൻ്റെ ബേസിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ആർ ആപ്ലിക്കബിൾ. കണ്ടോ, ഏജ് തന്നെയാണ്. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. 15,000 കൊടുക്കുന്നു. ആ 15,000-ൽ നെയിം ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ്. അഡ്മിനിസ്ട്രേഷനിൽ എത്ര വന്നു? അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് 2,500 വന്നിട്ടുള്ളൂ. 2,500. പ്രൊഡക്ഷൻ സെയിം, അവിടെ ഒരു 2,500 നമുക്ക് അവിടെ കോസ്റ്റ് ആയിട്ടുള്ളൂ. മാർക്കറ്റിങ്ങിൽ 10,000 rupees നമുക്ക് ട്രാവലിംഗ് അലവൻസ് ആയി. അങ്ങനെ ടോട്ടൽ 15,000 ആയി. ക്യാഷ് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി ചാർജസ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതിനും കോസ്റ്റ് സെൻറ്റർ ആർ ആപ്ലിക്കബിൾ ആണ്. 3,000. അത് അഡ്മിനിസ്ട്രേഷന് 1,500, പ്രൊഡക്ഷന് 1,500. കാരണം മാർക്കറ്റിങ്ങിന് ഇലക്ട്രിസിറ്റി ചാർജസ് ആപ്ലിക്കബിൾ അല്ല. കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പം 2 എക്സ്പെൻസും ഒരു ഇൻകവും ആണ് ഞാൻ ചെയ്തത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്? 57,000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഈ 57,000 ഏത് ബ്രാഞ്ചസ് ആണ് ഏറ്റവും മോർ പ്രോഫിറ്റബിൾ എന്ന് നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, അതിൽ കോസ്റ്റ് സെൻട്രൽ കാറ്റഗറി സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടോട്ടൽ 57,000 എന്താണ്? പ്രോഫിറ്റാണ്. അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം അവിടെ 15,000-ൻ്റെ സെയിൽസും 4,000-ൻ്റെ എക്സ്പെൻസുമാണ് നടന്നത്. അതായത് 15,000 ഇൻകവും 4,000 എക്സ്പെൻസും. അവിടെ 11,000, 15 മൈനസ് 4,000, 11,000 ആണ് അഡ്മിനിസ്ട്രേഷൻ പ്രോഫിറ്റ്. മാർക്കറ്റിംഗ് 20,000-ൻ്റെ സെയിൽസും 10,000-ൻ്റെ എക്സ്പെൻസും. അവിടെ നിന്ന് എത്ര കിട്ടി? 10,000. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലോ 40,000-ൻ്റെ ഇൻകവും only 4,000-ൻ്റെ എക്സ്പെൻസും ആയിട്ടുള്ളൂ. മോർ പ്രോഫിറ്റബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. 36,000. ഇതൊരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കോസ്റ്റ് സെൻറ്ററിന് ഇത് മാത്രമല്ല മറ്റുള്ള എക്സ്പെൻസുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വൽ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് അറിയാൻ പറ്റൂ.
അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഫേമിൽ വിവിധ തരം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 57,000 രൂപയിൽ ഇപ്പോൾ നിലവിലെ ഒരു നോട്ടത്തിൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് മോർ പ്രോഫിറ്റബിൾ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിസ്പ്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, കോസ്റ്റ് സെൻറ്റർ, കാറ്റഗറി സമ്മറിയിൽ നോക്കൂ, 40,000 ഇൻകം, 4,000 എക്സ്പെൻസ്. മോർ പ്രോഫിറ്റബിൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ തൊട്ട് താഴെ ഏറ്റവും ലാസ്റ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നിപ്പം കാണുന്നത്. ഇത് ചെറിയൊരു എക്സാമ്പിളാണ്. ഇനിയും എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഇസ് എ ലൊക്കേഷൻ, പേഴ്സൺ, എക്യുപ്മെൻറ്റ്, ബ്രാഞ്ച് ഓഫീസ് or group of these against which cost is accounted. It is a unit of an organization to which revenue costs are allocated. When expenses are allocated to these centers, then they are called cost center. എക്സ്പെൻസുകൾ മാത്രമാണെങ്കിൽ അതിനെ കോസ്റ്റ് സെൻറ്റർ എന്ന് വിളിക്കും. ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ അലോക്കേറ്റഡ്, then they are called profit center. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ വേണമെങ്കിൽ ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, പേഴ്സണെ നോക്കിയിട്ട് വെച്ചിട്ട് നോക്കാം, എക്യുപ്മെൻ്റ് ആക്കാം, ബ്രാഞ്ച് ഓഫീസ് ആക്കാം, ഇപ്പം നമ്മൾ ചെയ്ത പോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് സെൻറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും മോസ്റ്റ് എഫിഷ്യൻറ്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ടാലിയിൽ കോസ്റ്റ് സെൻറ്റർ. ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.